ജനങ്ങളെ ബാധിക്കുന്ന 100 കൂട്ടം പ്രശ്നങ്ങൾ ഈ നാട്ടിലുള്ളപ്പോൾ അനാവശ്യ പ്രശ്നങ്ങൾ എടുത്ത് ഡോക്ടർക്ക് പരാതിയില്ല, ഗവൺമെന്റിന് പരാതിയില്ല, ഈ നാട്ടിലെ ഒരു രോഗികൾക്കും പരാതിയില്ല, സർക്കാർ ആശുപത്രിയെ പ്രയോജനപ്പെടുത്തുന്ന ഒരാൾക്കും പരാതിയില്ല. ആ ഒരവസരത്തിലും ഇല്ലാത്ത ഒരു പ്രശ്നം എടുത്തിട്ടാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്ന ആമുഖത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ കഴിഞ്ഞ ജൂൺ മാസത്തിൽ നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിഷയത്തിൽ ഗവൺമെന്റ് അന്വേഷിച്ചു. ഈ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ഡോക്ടർമാരാണ് അന്വേഷിച്ച ഒരു റിപ്പോർട്ട് ഗവൺമെന്റിന് കൊടുത്തു. അതിൽ 3 കണ്ടുപിടുത്തങ്ങൾ നടത്തി. ആ കണ്ടുപിടുത്തങ്ങൾ ഒന്ന്, ഈ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ കോണ്ടക്ട് റൂൾസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1962 റൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വയലേഷൻ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് റൊട്ടീനായി അദ്ദേഹത്തോട് ഒരു വിശദീകരണം ചോദിക്കണം. ഒന്നാമത്തെ കണ്ടെത്തൽ. രണ്ടാമത്തെ കണ്ടെത്തൽ, ഇവിടെ മെഡിക്കൽ കോളേജുകളിലടക്കം ഒരു ഉപകരണം വാങ്ങിക്കുമ്പോൾ അതിന്റെ വാങ്ങൽ പരിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുക, അത് സൂപ്രണ്ടുകൾക്ക് കൂടുതൽ തുക ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള അധികാരം കൊടുക്കണം. അത് രണ്ടാമത്തെ ശുപാർശ. മൂന്നാമത്തെ ശുപാർശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ ഒരു പ്രധാനപ്പെട്ട ഉപകരണം കണ്ടെത്തിയിട്ടില്ല അല്ലെങ്കിൽ കാണുന്നില്ല എന്ന് ഈ ഡോക്ടർ മിസ്റ്റർ ഹാരിസ് അടക്കം നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അത് പരിശോധിക്കാൻ തീരുമാനിച്ചു. അത് പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട DME, ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനെ ചുമതലപ്പെടുത്തി. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണം കൃത്യമായി നിയമപരമായി അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അവസാനിപ്പിക്കും. ഏതെങ്കിലും ശുപാർശയുണ്ടോ, നിയമപരമായി ആ ശുപാർശ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം സംഘടിപ്പിക്കും. ഒരാളെയും ശരിക്കും പറഞ്ഞാൽ അപകീർത്തിപ്പെടുത്താനോ ഒറ്റപ്പെടുത്താനോ ഉള്ള ശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നില്ല. ശ്രീ ഹാരിസ് തന്നെ അന്വേഷണ കമ്മീഷനോട് പറഞ്ഞ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള ചില വസ്തുതാ പരിശോധനയാണ് നടക്കുന്നത്. അത് നിയമപരമാണ്, ഈ സംസ്ഥാനത്തെ നിയമപ്രകാരമാണ്, ഗവൺമെന്റ് ജീവനക്കാരുടെ കോണ്ടക്ട് റൂളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ റൂളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അല്ലാതെ ഇവിടെ ഊതി വീർപ്പിക്കുന്നത് പോലെ ഏതെങ്കിലും തരത്തിൽ ഹരാസ് ചെയ്യാനോ നടപടിയെടുക്കാനോ ഒന്നുമില്ല. ഇന്നലെ അവിടെ നടന്ന പത്രസമ്മേളനം തന്നെ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഹാരിസിനെതിരെ പ്രതിരോധ നടപടി അല്ലെങ്കിൽ അതിന്റെ അച്ചടക്ക നടപടി എന്ന രൂപത്തിൽ അദ്ദേഹത്തെ അപമാനിക്കാൻ വലിയ ശ്രമം നടക്കുന്നു എന്ന രൂപത്തിലുള്ള പ്രചരണം വന്നപ്പോൾ അത് അങ്ങനെ ഒരു ശ്രമം നടക്കുന്നില്ല എന്ന് ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് പത്രസമ്മേളനം നടത്തിയത്. ഒരു ഘട്ടത്തിലും ആരെയും ഹരാസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഒരു തരത്തിലും ഇവിടെ ഉന്നയിക്കുന്നത് പോലെ ഈ വിഷയത്തിന് ഒരു പ്രാധാന്യമില്ല. നിയമപ്രകാരമുള്ള അന്വേഷണം അത് നിയമപ്രകാരം, അത് എല്ലാ ജീവനക്കാരെയും ചേർത്ത് പിടിക്കുന്ന തരത്തിൽ ആരോഗ്യ വകുപ്പിന്റെ നേട്ടങ്ങൾ കൃത്യമായി വിശദീകരിക്കുന്ന തരത്തിലായിരിക്കും. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഉപകരണം നഷ്ടപ്പെട്ടു എന്ന വിവരം അന്വേഷണ സംഘത്തിൽ ലഭിക്കുന്നു, അന്വേഷിക്കണമെന്ന് അങ്ങ് പറഞ്ഞു. അങ്ങനെ ഒരു ഉപകരണം നഷ്ടപ്പെട്ടതായിട്ട് ഹാരിസ് ചിറക്കൽ മൊഴി കൊടുത്തോ? യെസ്, അങ്ങനെ ഒരു ഉപകരണം നഷ്ടപ്പെട്ടതായി ഡോക്ടർ ഹാരിസ് തന്നെ അന്വേഷണ കമ്മീഷന് മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട DME ആ വിഷയം അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മറ്റു 2 വിഷയങ്ങളിലും റൊട്ടീനായിട്ടുള്ള ഒരു വിശദീകരണ കത്ത് കൊടുക്കുന്നതും അതുപോലെ തന്നെ ഇത് സൂപ്രണ്ടിന് ഉപകരണങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള തുകയുടെ ഒരു പരിധി, ആ പരിധി എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യങ്ങളിലും ശുപാർശയുണ്ട്. അത്തരത്തിൽ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.